മഴത്തോരും മുൻപേ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു ത്രില്ലിംഗ് എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാനഭംഗ കേസിൽ രോഹിത്തും ഹരിശങ്കറും കൂട്ടുകാരും അറസ്റ്റിലായി. കടപ്പാട്ടൂരെ വീട്ടിൽ നാടകീയമായ സംഭവങ്ങളാണ് അറസ്റ്റിനോടുള്ള ബന്ധത്തിൽ അരങ്ങേറിയത്. ആ കൂട്ടത്തിൽ ശാരീരിക അസ്വാസ്ഥ്യം നിമിത്തം ബാലചന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്തു ചെയ്യണമെന്നറിയാതെ തുടക്കത്തിൽ പകച്ചുപോയ അലീന തുടർന്ന് ആത്മസംയമനം ഏറ്റെടുക്കുകയും ആശുപത്രിയിലേക്ക് പോവുകയും ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ കാഴ്ചകളാണ് കാണുവാൻ കഴിഞ്ഞത്. ബാലചന്ദ്രമേനോന് സത്യത്തിൽ ഇപ്പോഴുള്ള ആശ്വാസവും ധൈര്യവുമെല്ലാം അലീനയുടെ വാക്കുകളും പ്രവർത്തികളുമാണ് എന്നുള്ളത് വ്യക്തമാണ്. ബാലചന്ദ്രനെ ആശ്വസിപ്പിച്ചതിന് ശേഷം അലീന വീട്ടിലേക്ക് മടങ്ങി വന്ന് ഗോവർദ്ധനെ വിളിച്ചിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം ഷോപ്പുകൾ ഒരാഴ്ചത്തേക്ക് ഓപ്പൺ ചെയ്യണ്ട എന്നുള്ള നിർദ്ദേശവും നൽകി. തുടർന്ന് ഗോവർദ്ധനെ ഹോസ്പിറ്റലിലേക്ക് അലീന പറഞ്ഞു വിടുന്നുണ്ട്. ആശുപത്രിയിലേക്ക് എത്തിയ ഗോവർദ്ധൻ ബാലചന്ദ്രനെ കണ്ടിട്ട് പറയുന്നുണ്ട്, അലീന പറഞ്ഞിരുന്നു ഷോപ്പുകളൊന്നും തുറക്കണ്ടെന്ന്, അത് വേണോ? ഒരാഴ്ചയോളം തുറക്കണ്ടെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അവൾ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലോ. താൻ പോലീസുമായി ബന്ധപ്പെടാൻ ശ്രമിക്കണം. അഡ്വക്കേറ്റിനെ കണ്ട് രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴി നോക്കണം. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി അന്വേഷിച്ചറിയണം. ആ DYSP പറഞ്ഞത് സത്യമാണെങ്കിൽ ജാമ്യം കിട്ടാനൊന്നും വകുപ്പില്ല. കോടതി റിമാൻഡ് ചെയ്യുകയുള്ളൂ. അത് കേട്ടിട്ട് ഗോവർദ്ധൻ പറയുകയാണ്, ബാലേട്ടൻ എന്തായാലും സമാധാനമായിരിക്കും. നമുക്ക് ശ്രമിച്ചു നോക്കാം. പരമാവധി എല്ലാ മേഖലകളിലും ഞാൻ ബന്ധപ്പെടാൻ ശ്രമിക്കാം. അപ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറയുകയാണ്, അലീനയെ എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോൾ അറിയിക്കണം. അവൾ പറയുന്നത് എന്തായാലും അത് നിസ്സാരമായി തള്ളരുത്. ഒരാഴ്ചയോളം ഷോപ്പുകൾ തുറക്കണ്ടെന്നല്ലേ അവൾ പറഞ്ഞത്? അങ്ങനെ തന്നെ മതി. അവൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ബാലചന്ദ്രമേനോൻ ഗോവർദ്ധന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഇനിയും എന്തോ പറയുവാനുള്ളതുപോലെ കിടക്കുകയാണ്. അതിനുവേണ്ടി ഗോവർദ്ധൻ കാത്തുനിന്നു. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് പോലീസ് അവനെ ഒരുപാട് തല്ലിയത്. ലോക്കപ്പിലിട്ട് അവരവനെ നശിപ്പിച്ചു കാണും. അവൻ്റെ ഭാവി ഇല്ലാണ്ടായി പോയല്ലോടോ. ബാലചന്ദ്രൻ ആ വാക്ക് പറയുമ്പോൾ അത് നെഞ്ചു പിടഞ്ഞുള്ളൊരു വിലാപമായിരുന്നു. അത് കേട്ടിട്ട് ഗോവർദ്ധൻ, ബാലേട്ടനിപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എടോ, അവനെ രക്ഷിച്ചെടുക്കാമോ എന്ന് നോക്കണം. പണം എത്ര ചെലവായാലും അതൊന്നും താൻ കണക്കാക്കണ്ട. ഗോവർദ്ധൻ പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ബാലേട്ടന് ഇവിടെ കൂട്ടിനാരാണ് വേണ്ടത്? എനിക്ക് കൂട്ടിനാരും വേണ്ട. ഞാൻ പറഞ്ഞതുപോലെയൊക്കെ താനൊന്ന് ശ്രമിച്ചു നോക്ക്. ഇത് പറഞ്ഞ് ഗോവർദ്ധനെ അവിടുന്ന് മടക്കി അയക്കുകയാണ് ബാലചന്ദ്രൻ. ഉച്ചയോടെ പാലാ ടൗണിലെമ്പാടും വാർത്ത വ്യാപിച്ചു കഴിഞ്ഞു. 4 ചെറുപ്പക്കാർ ചേർന്നൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അന്തിനാട്ടുള്ളൊരു വീട്ടിൽ വെച്ച് കൂട്ട ബലാത്സംഗത്തിനിരയാക്കി എന്നായിരുന്നു ആ വാർത്ത. പാലാ ടൗണിലെ 1-ാം കിട വ്യാപാര സ്ഥാപനങ്ങളായ നെടുമ്പുരയ്ക്കൽ ജുവല്ലറിയുടെയും നെടുമ്പുരയ്ക്കൽ ടെക്സ്റ്റൈൽസിൻ്റെയും ഉടമയായ ബാലചന്ദ്രമേനോൻ്റെ മകൻ രോഹിത്തും ആ സംഘത്തിലുണ്ടായിരുന്നു എന്നുള്ള അറിവ് ജനങ്ങളെ രോഷം കൊള്ളിച്ചു. ജനക്കൂട്ടം 2 ഷോപ്പുകളുടെയും മുൻപിൽ തടിച്ചുകൂടി. ഷട്ടറുകളുടെ നേർക്ക് കല്ലേറ് നടത്തി. കടകൾ തല്ലിപ്പൊളിക്കുവാനുള്ള ശ്രമം പോലീസ് എത്തിയാണ് തടഞ്ഞത്. 4 മണിയോടുകൂടി ഗോവർദ്ധൻ ബാലചന്ദ്രമേനോന്റെ വീട്ടിലേക്കെത്തി. അയാളെ കണ്ടതും കൃഷ്ണജി ഓടി വന്നു. അച്ഛന് എങ്ങനെയുണ്ടെങ്കിൽ? കുഴപ്പമൊന്നുമില്ല മോളെ. 1-2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. രോഹിയേട്ടൻ്റെ വല്ലതും വിവരം അറിഞ്ഞോ അങ്കിൾ? പറയാം. അലീന എവിടെ? ചേച്ചി മുകളിലാണെന്ന് തോന്നുന്നു. ഗോവർദ്ധൻ കോണിപ്പടി ചവിട്ടി മുകളിലേക്ക് നടന്നു. അലീന ആ സമയത്ത് രോഹിത്തിൻ്റെ മുറിയിലായിരുന്നു. അവൻ്റെ അലമാരയും മേശയും അതിലെ ഉള്ളറകളും ഒക്കെ അവൾ പരിശോധിച്ചു കഴിഞ്ഞു. അശ്ലീല സിനിമയുടേതെന്ന് തോന്നിക്കുന്ന ചില CD-കൾ അവളുടെ കയ്യിൽ കിട്ടി. കട്ടിലിൽ കയറി നിന്നുകൊണ്ട് ബർത്തിലിരുന്ന സൂട്ട് കേസും ലെതർ ബാഗും അവൾ എടുത്ത് പരിശോധിച്ചു. ഉപയോഗശൂന്യമെന്ന് തോന്നിച്ച ഒരു കാഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ കിടന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ചില അശ്ലീല പ്രസിദ്ധീകരണങ്ങൾ അവൾ കണ്ടെടുത്തു. രോഹിത്തിൻ്റെ ബെഡ് കവറിനുള്ളിൽ നിന്നും അത്തരം ചില സാധനങ്ങൾ അവൾക്ക് കിട്ടിയിരുന്നു. അതെല്ലാം കൂടി അവളൊരു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ അടുക്കുമ്പോഴാണ് ഗോവർദ്ധൻ കയറി വരുന്നത്. അയാളെ കണ്ടുകൊണ്ട് അലീന ഉത്കണ്ഠയോടുകൂടി ചോദിച്ചു, അച്ഛൻ്റെ അടുത്ത് പോയിരുന്നോ? പോയി മോളെ. ബാലേട്ടൻ്റെ കൂടെ ആരും നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇതെന്താണ് ഈ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ? അലീന മറുപടി പറയാൻ ഒന്നറച്ചു. എന്നിട്ട് ആ കവർ ഗോവർദ്ധൻ്റെ നേർക്ക് നീട്ടി. ഈ മുറിയിൽ നിന്ന് കിട്ടിയതാണ്. അങ്കിൾ ഇത് കൊണ്ടുപോയി നശിപ്പിച്ചു കളയണം. ചിലപ്പോൾ പോലീസ് എങ്ങാനും തിരച്ചിലിന് വന്നാൽ അവരുടെ കയ്യിൽ ഇത് പെട്ടുപോകരുത്. ഗോവർദ്ധൻ അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഇതൊക്കെ ഈ മുറിയിലുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഹരിശങ്കറുമായിട്ടല്ലായിരുന്നോ രോഹിത്തിൻ്റെ കൂട്ട്? പിന്നെ മുൻപിവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയും എൻ്റെ അടുത്ത് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായി. ഇത് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ വേറെ കേസാണ്. തെളിവെടുപ്പിനായിട്ട് പോലീസ് 4 പ്രതികളെയും കൂട്ടി അന്തിനാട്ടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലീന വീണ്ടും ചോദിക്കുകയാണ്, രോഹിത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ അങ്കിൾ? ഇല്ല മോളെ, അവരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. പോലീസ് ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ടൗണിലും പരിസരങ്ങളിലും എല്ലായിടത്തും ഇതറിഞ്ഞു. വലിയ കോളിളക്കമായിരിക്കുകയാണ്. കടകളടച്ചത് നന്നായി. 2 ഷോപ്പിനും നേരെ കല്ലേറുണ്ടായി. നമ്മൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല സംഗതി. കോട്ടയത്തുനിന്ന് SP പോലും വന്നിട്ടുണ്ടെന്ന് കേട്ടു.
നാലുപേരെയും കനത്ത ബന്ദോബസ്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിഞ്ഞത്. അല്ല അങ്കിൾ, ആ പെൺകുട്ടിയുടെ കാര്യമോ? അത് ഇപ്പോഴും ആശുപത്രിയിലാണ്. അങ്കിൾ വക്കീലിനെ കണ്ട് സംസാരിച്ചിരുന്നില്ലേ? വക്കീല് പറഞ്ഞത് ജാമ്യം കിട്ടത്തില്ലെന്നാണ്. 15 ദിവസത്തേക്കെങ്കിലും റിമാൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് നോക്കിയാൽ മതിയെന്ന് പറയുന്നു. പോലീസ് പറഞ്ഞത് ശരിയാണോ അങ്കിളെ? അവർ 4 പേരും കൂടി അങ്ങനെ ഒരു മഹാപാപം ചെയ്തതാണോ? ചോദ്യം ചെയ്തപ്പോൾ പോലീസിന്റെ അടുത്ത് എല്ലാം സമ്മതിച്ചെന്നാണ് കേട്ടത്. ശരിയാണോ എന്ന് ആർക്കറിയാം? ഗോവർദ്ധൻ ഇത് പറയുമ്പോൾ ഹരിശങ്കറും രോഹിത്തും കൂടി തന്റെ നേർക്ക് നടത്തിയ ബലാത്കാര ശ്രമം അലീന പെട്ടെന്ന് ഓർത്തു. ലൈം ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് തന്നെ കുടിപ്പിച്ചിട്ടായിരുന്നു അത്. ഇതേ മുറിയിൽ വെച്ചായിരുന്നു ആ സംഭവം. അന്ന് താൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ തന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി. അവൾക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞിരിക്കില്ല. ഹരിശങ്കർ ആയിരുന്നിരിക്കണം സംഘനേതാവ്. അവൻ ഇതിനേക്കാൾ വലിയ നീചകൃത്യവും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. രോഹിത്ത് മുൻകൈയെടുത്ത് ഇങ്ങനെയൊരു ദുഷ്ടത പ്രവർത്തിക്കുമെന്ന് കരുതാൻ കഴിയില്ല. സംഘബലത്തിനു വേണ്ടി ഹരിശങ്കർ രോഹിത്തിനെയും കൂടെ കൂട്ടിയതായിരിക്കും. ചിന്തകളിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നിട്ട് അലീന വീണ്ടും ചോദിക്കുകയാണ്, ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അങ്കിൾ അന്വേഷിച്ചില്ല അല്ലേ? ഞാൻ ആരോട് ചോദിക്കാനാണ് മോളെ? രോഹിത്തിനെയോ മറ്റു 3 പേരെയോ കണ്ട് സംസാരിച്ചാലല്ലേ പറ്റൂ. അവർ ലോക്കപ്പിലാണോ അതോ ഏതെങ്കിലും പോലീസ് ക്യാമ്പിലാണോ എന്ന് പോലും അറിയില്ല. പോലീസിന്റെ അടുത്ത് അടുക്കാൻ പോലും പറ്റുന്നില്ല. പ്രതികളുമായി ബന്ധമുള്ള ആരെയെങ്കിലും കണ്ടാൽ ചീത്ത വിളിക്കുവാനും അടിക്കുവാനും തയ്യാറായിട്ട് നിൽക്കുകയാണവർ. കാരണം അവർക്ക് ചുറ്റും പത്രക്കാരും പാർട്ടിക്കാരുമെല്ലാം വലയം ചെയ്ത് നിൽപ്പുണ്ട്. കിട്ടിയ അവസരം ആഘോഷമാക്കാൻ തന്നെ അക്കൂട്ടരും തീരുമാനിച്ചിരിക്കുകയാണ്. അങ്കിളെ, ഇതൊന്നും അച്ഛൻ്റെ അടുത്ത് ദയവ് ചെയ്ത് പറയരുത്. രോഹിത്തിനെ കാണാൻ പറ്റിയില്ല. യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിച്ചതെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. പോലീസൊന്നും വിട്ടു പറയുന്നില്ല. കുറെ ഊഹാപോഹങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. വക്കീൽ രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മാത്രം അച്ഛനോട് പറഞ്ഞാൽ മതി. അലീനയുടെ വാക്കുകൾക്ക് ഗോവർദ്ധൻ തലയാട്ടി സമ്മതിച്ചു. അവൾ പ്ലാസ്റ്റിക് കവർ ഗോവർദ്ധനെ ഏൽപ്പിച്ചു. മറക്കാതെ ഇതെല്ലാം നശിപ്പിച്ചു കളയണമെങ്കിൽ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ ഇതും നാളത്തെ പത്രത്തിൽ വരും. ഗോവർദ്ധൻ അതും വാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോയി. അലീന രോഹിത്തിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി പരിശോധിച്ചിട്ടാണ് മുറി വിട്ടിറങ്ങിയത്. അവൾ പാസേജിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ താഴെ ബബിത ഗോവർദ്ധനോട് തട്ടിക്കയറുന്ന കാഴ്ചയാണ് കണ്ടത്. അവൾ മാത്രം അറിഞ്ഞാൽ മതിയോ രോഹിയേട്ടന്റെയും അച്ഛന്റെയും വിവരങ്ങളൊക്കെ? അവൾ ആരാണ്? അവളാണോ ഞങ്ങളാണോ ഇവിടുത്തെ ജോലിക്കാര്? അങ്കിൾ എന്താ ആദ്യം ഞങ്ങളുടെ അടുത്ത് പറയാതെ അവളോട് സംസാരിക്കുവാൻ വേണ്ടി അങ്ങോട്ട് ഓടിയത്? അവളുടെ സൗന്ദര്യം കണ്ടിട്ടാണോ? എൻ്റെ കൊച്ചെ, നിന്റെ അമ്മ 2 കാലും ഒടിഞ്ഞ് എഴുന്നേൽക്കാൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. നിന്റെ അച്ഛൻ ഹൃദ്രോഗിയായി ICUവിൽ. നിന്റെ ഏട്ടനാകട്ടെ ബലാത്സംഗ കുറ്റത്തിന് ഇപ്പോൾ ലോക്കപ്പിലും. ഇന്നോ നാളെയോ ഈ വീടിന് പുറത്തിറങ്ങിയാൽ പൊതുജനം നിന്നെ കല്ലെറിഞ്ഞു വീഴ്ത്തും. അതുകൊണ്ട് അഹങ്കരിക്കാതെ തൽക്കാലം നിലയ്ക്ക് നിൽക്ക്. മുഖത്തടിയേറ്റതുപോലെ നിന്നുപോയി ഗോവർദ്ധന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ബബിത. അടുത്ത നിമിഷം തന്നെ അലീന കോണിപ്പടി ഇറങ്ങി താഴെ എത്തി. ബബിത അവളെ കണ്ട് മുഖം തിരിച്ചു നടക്കുവാൻ ഭാവിച്ചപ്പോൾ അലീന ശബ്ദമുയർത്തി വിളിക്കുകയാണ്, ബബിതെ, ഒന്ന് നിന്നേ. അപ്രതീക്ഷിതമായിട്ടുള്ള ആ വിളി കേട്ടുകൊണ്ട് അവൾ ഒരു നിമിഷം അവിടെ നിന്നു. അടുത്തേക്ക് നടന്നെടുത്തിട്ട് അലീന ചോദിച്ചു, നിനക്ക് എന്താ അറിയേണ്ടത്? എന്നോട് ചോദിച്ചു. ഓ, നിനക്കാണ് ഇവിടുത്തെ മീഡിയയുടെ കുത്തക അല്ലേടി? എല്ലാവരെയും നീ ചിരിച്ചും കണ്ണു കാണിച്ചും വശത്താക്കി വെച്ചിരിക്കുകയാണല്ലോ. എന്നാലേ നീ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയണ്ട. ഇത് പറഞ്ഞ് ബബിത അവളുടെ മുറിയിൽ കയറി വാതിൽ കൊട്ടിയടച്ചു. ഗോവർദ്ധൻ പോയിട്ട് 1/4 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു പോലീസ് ജീപ്പ് ഗേറ്റിന് മുൻപിൽ വന്നു നിന്നു. കൃഷ്ണജയാണ് അത് ആദ്യം കണ്ടത്. ചേച്ചി, പിന്നെയും പോലീസ് എത്തി. അത് കേട്ടിട്ട് അലീന അടുക്കളയിൽ നിന്ന് വേഗം പൂമുഖത്തേക്കെത്തി. ഗേറ്റിന് മുമ്പിൽ തുടർച്ചയായി പോലീസിന്റെ ജീപ്പ് ഹോൺ ശബ്ദം മുഴക്കുകയാണ്. അലീന ഓടി ഇറങ്ങിച്ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ജീപ്പ് ഇരമ്പിപ്പാഞ്ഞ് വീണ്ടും അകത്തേക്ക് കയറി. ജീപ്പിൽ നിന്നും പോലീസുകാർ ഇറങ്ങി. SI രമേശൻ നമ്പ്യാർ അലീനയെ കൈകാട്ടി വിളിച്ചു. അലീന അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാൾ അലീനയെ അടിമുടിയൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, നീയല്ലേ അലീന? അതെ സർ. ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്കൊന്ന് വരണം. എന്തിനാണ് സാർ? അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് അറിഞ്ഞാൽ മതി. എവിടെ രോഹിത്തിന്റെ മുറി? മുകളിലാണ് സാർ. ഞങ്ങൾക്കതൊന്ന് സെർച്ച് ചെയ്യണം. വനിതാ പോലീസും ഉണ്ടായിരുന്നു അവരോടൊപ്പം. അലീന രോഹിത്തിന്റെ മുറി കാട്ടിക്കൊടുത്തു. പോലീസ് കോൺസ്റ്റബിൾമാർ മുറി മുഴുവനും അരിച്ചു പരിശോധിച്ചു. CD റാക്കിലിരുന്ന CDകളും അലമാരയിലെ പുസ്തകങ്ങളും ടീപ്പോയുടെ അടുത്തട്ടിലിരുന്ന പത്രമാസികകളും മുറിക്കുള്ളിൽ വലിച്ചു വാരിയിട്ട ബെഡും പില്ലോകളും മേശയും അലമാരയും ബെർത്തും എല്ലാം കുത്തിയിളക്കി തെരച്ചിൽ നടത്തി. പ്രത്യേകിച്ച് ഒന്നും അവർക്ക് കണ്ടെടുക്കുവാൻ സാധിച്ചില്ല. തിരികെ പോരുവാൻ നേരം വനിതാ കോൺസ്റ്റബിൾമാരിൽ ഒരാൾ വന്ന് അലീനയോട് ജീപ്പിൽ കയറുവാൻ പറഞ്ഞു. അതിന് ശാന്തസ്വരത്തിൽ അലീന ചോദിച്ചു, എന്തിനാണ് ഞാൻ സ്റ്റേഷനിലേക്ക് വരുന്നത്? അത് നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറ്. ശരി, ഞാൻ വരാം. അലീന അവരുടെ കൂടെ പോകുവാൻ തയ്യാറായി. കൃഷ്ണജ ഭയന്ന് കരയുവാൻ തുടങ്ങി ഈ കാഴ്ച കണ്ടുകൊണ്ട്. ഉടൻ തന്നെ അലീന കൃഷ്ണജിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ മോളെ. മോള് സമാധാനമായിട്ടിരിക്കെ, ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരും. ഇത് പറഞ്ഞിട്ട് അലീന ചെന്ന് ജീപ്പിൽ കയറി. ഗേറ്റ് ജീപ്പ് കടന്ന് പുറത്തേക്ക് പാഞ്ഞു. മെയിൻ റോഡിലെത്തി. ഇടത്തേക്ക് തിരിഞ്ഞ് ജീപ്പ് പാലത്തിലേക്ക് പ്രവേശിക്കുകയെ SI രമേശൻ നമ്പ്യാർ തിരിഞ്ഞ് അലീനയെ നോക്കിക്കൊണ്ട് കനത്ത സ്വരത്തിൽ ചോദിച്ചു,
നീ ആ വീട്ടിലെ വേലക്കാരിയല്ലേ? മറുപടി പറയുവാൻ അലീനയ്ക്ക് 2 നിമിഷം വേണ്ടി വന്നു. എന്നിട്ട് അതെ സാർ. നീ ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടോ? ആ ചോദ്യം അലീനയെ ഞെട്ടിച്ചു കളഞ്ഞു. ഉത്തരമർഹിക്കാത്ത ചോദ്യമാണെന്ന് തോന്നിയതിനാൽ അലീന മുഖം താഴ്ത്തി മിണ്ടാതിരുന്നു. SI രമേഷ് നമ്പ്യാർ 2-3 തവണ തല തിരിച്ച് പിൻപിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം അലീന ശിരസ് കുമ്പിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന പോലീസ് ജീപ്പ് പാലം കടന്ന് തൊടുപുഴ റോഡിലേക്ക് തിരിഞ്ഞു. അലീന കണ്ണുകളടച്ച് ബ്രിജീത്ത മമ്മിയെ ഓർത്തു. ഏതോ കാണാമറയെ തോന്നും മമ്മിയുടെ സ്നേഹമൂർന്ന ശബ്ദം അവൾ കേട്ടു. അത് ഒരിക്കലും ആരുടെയും മുൻപിൽ പതറരുത് എന്നുള്ളതായിരുന്നു. ചെറുപുഷ്പം ഹോസ്പിറ്റലിന്റെ മുൻപിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ജീപ്പ് പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങി. 2 നില കെട്ടിടം, ചുറ്റും മതിൽക്കെട്ട്, മതിൽക്കെട്ടിനുള്ളിൽ പോലീസ് വാഹനങ്ങൾ. പോലീസ് പിടിച്ചെടുത്തതും കേസുകളിൽപ്പെട്ട് വർഷങ്ങളായി സ്റ്റേഷൻ മുറ്റത്ത് കിടന്ന് മഴയും വെയിലുമേറ്റ് തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ വലിയ വാഹനക്കൂട്ടങ്ങൾ. മുകളിലത്തെ നിലയിലാണ് CIയുടെ ഓഫീസ്, താഴെ SIയുടെയും. സ്റ്റേഷൻ വരാന്തകളിലും മറ്റും പതിവില്ലാത്ത ആൾത്തിരക്കുണ്ട്. പത്രക്കാരും കേസുകളിൽപ്പെട്ടവരുടെ ബന്ധുക്കളും ഓരോ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കളും അവിടെ ചുറ്റിത്തിരിയുന്നുണ്ട്. പത്ര റിപ്പോർട്ടർമാർക്ക് ചൂടുള്ള ഒരു വാർത്ത കിട്ടിയിരിക്കുന്നു. അതെ, കൂട്ട ബലാത്സംഗം. പോലീസ് ജീപ്പിൽ നിന്നൊരു പെൺകുട്ടിയെ ഇറക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് കണ്ടതോടെ എല്ലാവരുടെയും ശ്രദ്ധ അവളുടെ നേർക്കായി. ഇതാണോ ബലാത്കാരം ചെയ്യപ്പെട്ട പെൺകുട്ടി? അതോ ഇനി പെൺവാണിഭ റായ്ക്കറ്റിൽപ്പെട്ട ഏതെങ്കിലും യുവതിയാണോ? അലീനയുടെ നേർക്ക് ആരുടെയൊക്കെയോ ക്യാമറകൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾത്തിരക്കിനിടയിലൂടെ രമേഷ് നമ്പ്യാർ അലീനയെ കൂട്ടിക്കൊണ്ട് തൻ്റെ ഓഫീസ് മുറിയിലെത്തി. മേശപ്പുറത്തിരുന്ന ബാറ്റൻ കയ്യിലെടുത്തിട്ട് അയാൾ അലീനയോട് ചോദിച്ചു. ജീപ്പിൽ വെച്ച് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എനിക്ക് വീണ്ടും നിന്നോട് ചോദിക്കാനുള്ളത്. നീ എപ്പോഴെങ്കിലും ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. ആരെങ്കിലും നിന്നെ ബ്ലൂ ഫിലിമിൽ അഭിനയിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ബലം പ്രയോഗിച്ചോ അതുമല്ലെങ്കിൽ പണമോ സ്വർണമോ തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടോ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ? ഇല്ല സാർ. നീ ബാലചന്ദ്രമേനോന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? കുറച്ചു മാസങ്ങളെ ആയിട്ടുള്ളൂ. ബാലചന്ദ്രമേനോനുമായി നിനക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവിഹിത ബന്ധമുണ്ടോ? അലീനയുടെ മുഖത്ത് തുറച്ചു നോക്കിക്കൊണ്ടായിരുന്നു അയാളുടെ ചോദ്യം. ഇല്ല സാർ. ബാലചന്ദ്രമേനോന്റെ മകനുമായി നിനക്ക് എന്തെങ്കിലും വിധത്തിലുള്ള രഹസ്യ ബന്ധങ്ങളുണ്ടോ? ഇല്ല. അവനും അവന്റെ ബന്ധുവായ ഹരിശങ്കറും ചേർന്ന് നിന്നെ മോശമായ പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചിട്ടില്ലേ? ഇല്ല. നീ കള്ളമല്ലേടി പറയുന്നത്? കള്ളം പറയുന്നത് കൊണ്ട് നന്മ എന്തെങ്കിലും ഉണ്ടാകുമെങ്കിൽ ഞാൻ കള്ളം പറയും. SI രമേഷ് നമ്പ്യാർ അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി. നിർഭയമായ ഭാവത്തോടു കൂടിയാണ് അലീനയുടെ നിൽപ്പ്. സ്വരവും ഭാവവും ദൃഢതയുള്ളതാണ്. ഒന്നുകിൽ നീ പഠിച്ച കള്ളിയാണ്, അല്ലെങ്കിൽ അചഞ്ചലമായ ആത്മവിശ്വാസം കൊണ്ട് ആ ഭയാശങ്കകളെ നീ ദൂരീകരിക്കുകയാണ്. എന്തായാലും നീ വാ. ഇത് പറഞ്ഞിട്ട് രമേഷ് നമ്പ്യാർ അലീനയെ കൂട്ടിക്കൊണ്ട് ലോക്കപ്പ് മുറിക്കുള്ളിലേക്ക് നീങ്ങി. ഓഫീസ് ഹാളിലുണ്ടായിരുന്ന പോലീസുകാർ അവളെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ലോക്കപ്പ് മുറി. ഇരുമ്പഴികൾക്കപ്പുറം 4 യുവാക്കൾ, രോഹിത്, ഹരിശങ്കർ. അലീനയ്ക്ക് അപരിചിതരായ മറ്റ് 2 പേരും. അലീന രോഹിത്തിനെയും ഹരിശങ്കറിനെയും നോക്കി. കൈകൾ താഴ്ത്തിയിട്ട് ചുമരിൽ ചാരി അവശരായി നിൽക്കുകയാണവർ. രോഹിത് ജീവച്ഛവം പോലെ കാണപ്പെട്ടു. അവന് നേരെ നിൽക്കാൻ പോലും ത്രാണിയുണ്ടായിരുന്നില്ല. അവൻ്റെ നിറം കൂടി ഇരുണ്ടുപോയിരിക്കുന്നു. ഇടത് കണ്ണിന് താഴെ നീര് വന്ന് വീർത്തിരിക്കുന്നു. മുൻപോട്ടൽപ്പം വളഞ്ഞു നിൽക്കുന്ന അവൻ ഏതു നിമിഷവും കുഴഞ്ഞു വീണേക്കാമെന്ന് അലീനയ്ക്ക് തോന്നി. തൻ്റെ അനുജനാണ്. ഒരേ അമ്മയുടെ ഉദരത്തിൽ പിറന്നവരാണ് ഞങ്ങൾ 2 പേരും. അവൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തെന്ന് പറഞ്ഞാലും ആ ബന്ധം ഇവിടെ ഇല്ലാതാവില്ലല്ലോ. പെട്ടെന്ന് SI ശബ്ദമുയർത്തി വിളിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കടാ. രോഹിത്തും ഹരിശങ്കറും ഉൾപ്പെടെ 4 പേരും ക്ഷീണിച്ച കൺപോളകൾ മെല്ലെ ഉയർത്തി. നിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണ് ഇത് തന്നെയല്ലേ? SI രോഹിത്തിനോട് ചോദിച്ചു. അതെ. ഇവളെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? SI രോഹിത്തിനെയും ഹരിശങ്കറിനെയും മാറി മാറി നോക്കി. ഉണ്ടോടാ? ഉണ്ട് സാറേ. എങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു? രോഹിത്തും ഹരിശങ്കറും ഈ ചോദ്യം കേട്ട് പരസ്പരം നോക്കി. തുടർന്ന് ദുർബലമായ ശബ്ദത്തിൽ രോഹിത്ത് പറഞ്ഞു, ഞങ്ങൾ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിക്കൊടുത്തു. ഉറച്ചു പറയണം നായിന്റെ മോനെ, നിന്റെ വായിലെന്താ പഴമാണോ? SI നിലത്ത് ചവിട്ടിക്കൊണ്ട് അലറി. അലീനയ്ക്ക് കാര്യം മനസ്സിലായി. പോലീസ് 3-ാം മുറയും 4-ാം മുറയും എല്ലാം പ്രയോഗിച്ച് അവർ മുൻപ് ചെയ്തതും ഇപ്പോൾ ചെയ്തതുമെല്ലാം പറയിപ്പിച്ചിട്ടുണ്ട്. ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇവളെ എന്ത് ചെയ്യാനായിരുന്നാ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? അതിന് ഹരിശങ്കറാണ് മറുപടി പറഞ്ഞത്. റേപ്പ് ചെയ്യാൻ. എന്നിട്ട് എന്തുകൊണ്ടാണ് ആ പദ്ധതി അങ്ങ് നടക്കാതെ പോയത്? അലീന കത്രിക എടുത്ത് വയറ്റിൽ കുത്തിക്കയറ്റി ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് കണ്ട് ഞങ്ങൾ പേടിച്ച് സ്ഥലം വിട്ടതാണ് സാറേ. ഇത്രയും കേട്ടപ്പോഴേക്കും SI രമേഷ് നമ്പ്യാർ അലീനയ്ക്ക് അഭിമുഖമായി തിരിഞ്ഞു. കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചപ്പോൾ നീ എന്താടി എൻ്റെ അടുത്ത് പറഞ്ഞത്? നിന്നെ യുവമാർ ഉപദ്രവിക്കാനോ ലൈംഗികമായി ചൂഷണം ചെയ്യാനോ ശ്രമിച്ചിട്ടില്ലെന്ന് അല്ലേടി? അത് സാറേ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ആ തെറ്റ് ഞാൻ അന്നേ ഇവരോട് ക്ഷമിച്ചതാണ്. നീ ആരാടി ക്ഷമിക്കാൻ? ദൈവത്തിൻ്റെ അവതാരമാണോ? ഇവന്മാർ ചെയ്യുന്ന ക്രിമിനൽ കുറ്റങ്ങൾ ക്ഷമിച്ചു കൊടുക്കുവാൻ നിനക്ക് ആരാ അധികാരം തന്നത്?
IPC അരച്ചു കലക്കി കുടിച്ചവനാണ് ഞാൻ. എന്നിട്ടും അങ്ങനൊരു വകുപ്പ് ഞാനിതുവരെ കണ്ടിട്ടില്ല. അന്ന് നീ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേ അവിടെ വന്ന് നിന്റെ മൊഴിയെടുത്തത് ഞാനാണ്. നീ ഓർക്കുന്നുണ്ടോ അത്? അലീന ഉവ്വെന്ന ഭാവത്തിൽ തലയാട്ടി. അന്ന് അബദ്ധത്തിൽ കത്രിക വയറ്റിൽ കൊണ്ട് കയറിയതാണെന്നാണ് നീ എന്നോട് പറഞ്ഞത്. നീ എന്നെ അന്ന് ഫൂളാക്കി. എന്തിനാടി നീ അന്ന് എന്നോട് കള്ളം പറഞ്ഞത്? അലീന ഹൃദയവ്യതയോടെ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാനന്ന് കള്ളം പറഞ്ഞത് 2 ചെറുപ്പക്കാരുടെയും ഒരു കുടുംബത്തിൻ്റെയും ഭാവിയും സൽപ്പേരും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു സാർ. അത് ശരി. എന്നിട്ട് ഇവന്മാരുടെ ഭാവി രക്ഷപ്പെട്ടോടി കള്ളം നായിൻ്റെ മോളെ? ഇവന്മാരുടെ കുടുംബം രക്ഷപ്പെട്ടോ? അന്ന് നീ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനൊരു ദുരന്തം സംഭവിക്കുമായിരുന്നോടി. വേറൊരു പെൺകുട്ടിയുടെ ഭാവി കൂടി നശിച്ചു പോയില്ലേ നീ കാരണം? SI പറയുന്നത് ഭാഗികമായി ശരിയാണെന്ന് അലീനയ്ക്കറിയാം. മുളയിലെ നുള്ളിയിരുന്നുവെങ്കിൽ ഇത്രയും ഭയാനകമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നില്ല. പക്ഷേ അന്നു തന്നെ അതിന് പ്രേരിപ്പിച്ച സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് SIക്ക് അറിയാൻ കഴിയില്ലല്ലോ. അതൊക്കെ തനിക്ക് തുറന്നു പറയുവാനും വയ്യ. ഒരു കാര്യം ചെയ്, നീ ഇതും കൂടി പോയെങ്കിൽ ക്ഷമിച്ചു കൊടുക്ക്. ഇവന്മാരുടെ ഭാവി രക്ഷപ്പെടട്ടെ. നിനക്കാണല്ലോ ക്ഷമയുടെ കുത്തകാവകാശം മുഴുവനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. രമേശ് നമ്പ്യാരുടെ കോപം ക്രമേണ തണുക്കുവാൻ തുടങ്ങി. നീ വാ, സമയം വൈകിപ്പോയിട്ടൊന്നുമില്ല. തുടർന്ന് SI അലീനയെ തൻ്റെ ഓഫീസ് റൂമിലേക്ക് മടക്കി കൊണ്ടുപോയി. അവിടെ ഇരിക്കെ. അത് കേട്ടിട്ടും അലീന കസേരയിൽ പിടിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. നീ ഒരു കംപ്ലൈൻറ്റ് തയ്യാറാക്കി തരണം. കംപ്ലൈൻറ്റോ? അതെന്തിനാണ് സാർ? ഹരിശങ്കറും രോഹിത്തും ചേർന്ന് ഇന്ന ദിവസം നിനക്ക് മയക്കുമരുന്ന് തന്ന് നിന്നെ റേപ്പ് ചെയ്യുവാൻ ശ്രമിച്ചെന്നും ആത്മഹത്യാശ്രമം നടത്തിയാണ് നീ അതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും ഇത്രയും കാലം ആരോടും പറയാതെ മറച്ചു വെച്ചത് പ്രതികൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണെന്നും പരാതിയിൽ ചേർക്കണം. അത് കേട്ടിട്ട് അലീന അമ്പരന്ന് SIയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. അങ്ങനൊരു പരാതി തന്നതുകൊണ്ട് എനിക്കെന്താണ് സാർ മെച്ചം? നിനക്കെന്തെങ്കിലും മെച്ചമുണ്ടാകാനല്ലല്ലോ ഇത്. ബലാത്സംഗ കേസിൽ പ്രതികളായി ലോക്കപ്പിൽ കിടക്കുന്ന ഹരിശങ്കറും രോഹിത്തും ഇതിനു മുൻപും ഇങ്ങനെയൊരു റേപ്പ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ അവരുടെ പേരിലുള്ള കേസ് കുറെ കൂടി ശക്തമാകും. ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരമായി ബലാത്കാരം ചെയ്ത് നശിപ്പിച്ച പ്രതികൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും അരുത്. സാറേ, അന്നത്തെ സംഭവവും ഈ കേസും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമുണ്ടോ? കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം കൊച്ചേ. അവരുടെ പേരിൽ ഒരു കള്ളക്കേസ് കെട്ടിവെക്കാൻ നിന്നെ ഞാൻ നിർബന്ധിച്ചൊന്നുമില്ലല്ലോ. അവർ നിന്നോട് ചെയ്ത കുറ്റകൃത്യത്തെപ്പറ്റി നീ ഒരു പരാതി തരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അലീന, സാറേ, അന്ന് ഞാൻ അവർക്കെതിരെ തെളിവ് തരാതിരുന്നതിനും ഇന്ന് പരാതി എഴുതി തരാതിരിക്കുന്നതിനും എനിക്ക് എൻ്റെതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. അത് കേട്ടുകൊണ്ട് SI അലീനയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നീ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? അല്ല സാറേ, അവരിപ്പോൾ ചെയ്തിരിക്കുന്ന തെറ്റിന് അവർക്ക് ശിക്ഷ കിട്ടിക്കോട്ടെ. അതിന് നിന്റെ ഔദാര്യമൊന്നും വേണ്ട. നിനക്കെന്താ അവരോട് ഇത്ര മമത? നിന്റെ ആരാണ് ഈ പ്രതികൾ? നീ ആ വീട്ടിലെ വെറും ഒരു ജോലിക്കാരി മാത്രമല്ലേടി. നിന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചവരെ നീ എന്തിനാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? നീ ഒരു ഓർഫനാണെന്നാണ് എൻ്റെ അറിവ്. അത് ശരിയാണ് സാർ, ഞാൻ അനാഥയാണ്. ജനിച്ച അന്നു മുതൽ 23 വർഷം അച്ഛനും അമ്മയും കൂടപ്പറപ്പുകളും ബന്ധുക്കളും ഒന്നുമില്ലാത്തവളായിട്ടാണ് ഞാൻ ജീവിച്ചത്. ബാലചന്ദ്രമേനോൻ സാറിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഒരച്ഛനെ കിട്ടി, അമ്മയെ കിട്ടി, സഹോദരങ്ങളെ കിട്ടി. സാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ. കാരണം ബന്ധങ്ങളുടെ വില എന്താണെന്ന് ഇപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം. നിർത്തടി. നിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും സന്ദർഭത്തിനൊപ്പിച്ച് നീ കഥയുണ്ടാക്കുന്നവളാ അല്ലേ? അച്ഛനെ പോലെ കരുതുന്നവനുമായിട്ട് അവിഹിതം, ആങ്ങളെയെപ്പോലെ കരുതുന്നവൻ ബലാത്സംഗ വീരൻ. കൊള്ളാം നിന്റെ സാങ്കല്പിക കുടുംബം. ഇത്രയും നേരം ഞാൻ നിന്നോട് മര്യാദയ്ക്കാണ് സംസാരിച്ചത്. നീ ഒരു ഓർഫനാണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അത്. ഇനി നീ എൻ്റെ തനിനിറം കാണും, കള്ള കഴിവേറി മോളെ. അത്രയും കേട്ടപ്പോഴേക്കും അലീന, സർ, ഇതിനകം 6 തവണയെങ്കിലും സാർ എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞു. ഇതാണ് മര്യാദയെങ്കിൽ സാറിന് ഇനി ഏതറ്റം വരെ വേണമെങ്കിലും പോകാം. തേവിടിശി, നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണോടി? ഞാൻ ഒരൊറ്റ വരി എഴുതി ചേർത്താൽ മതി, നീ ആ പെൺവാണിഭ സംഘത്തിലെ 5ാമത്തെ പ്രതിയായി മാറും, ലോക്കപ്പിൽ കിടക്കും. തുടർന്ന് നാളെ മുതൽ സബ് ജയിലിലായിരിക്കും നിന്റെ വാസം. സാറിൻ്റെ നീതിബോധം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. സാറിന് എന്നെ ചീത്ത വിളിക്കാം, അടിക്കാം. പക്ഷേ എൻ്റെ മനസാക്ഷിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല സാർ. അല്ലെങ്കിൽ എന്നെ കൊല്ലണം. ജീവനേക്കാൾ എനിക്ക് വലുത് അഭിമാനമാണെന്ന് സാറിന് ഒരിക്കലെങ്കിലും മനസ്സിലായിട്ടുണ്ടല്ലോ. അലീനയുടെ വാക്കുകൾ അസന്നിഗ്ധമായിരുന്നു. രമേശ് നമ്പ്യാർ പകയോടെ അവളെ തുറച്ചു നോക്കിക്കൊണ്ട് കുറേ നിമിഷങ്ങളോളം നിന്നു. പിന്നെ വനിതാ കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് അവളെ CIയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുവാൻ നിർദ്ദേശിച്ചു. വനിതാ പോലീസ് വന്ന് അലീനയെ കൂട്ടിക്കൊണ്ട് CIയുടെ അരികിലേക്ക് കൊണ്ടുപോയി. അല്പം കഴിഞ്ഞ് SIയുടെ ഫോൺ ശബ്ദിച്ചു. CI ഗോപാലകൃഷ്ണ പണിക്കരായിരുന്നു മറുവശത്ത്. അയാൾ പറയുകയാണ്, രമേശ് ഇങ്ങോട്ട് വരൂ പെട്ടെന്ന്. രമേശ് നമ്പ്യാർ ഉടൻ തന്നെ ഫോൺ വെച്ചിട്ട് കോണിപ്പടി കയറി CIയുടെ മുൻപിലെത്തി. അലീനയെ CIയുടെ മേശയ്ക്ക് മുൻപിൽ നിർത്തിയിരിക്കുകയാണ്. എന്താ രമേശേ പ്രശ്നം? സർ, ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുള്ള പ്രതികൾ ഇവളെയും ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊരു റേപ്പ് അറ്റംപ്റ്റ് ആയിരുന്നു.
ഒരു കംപ്ലൈന്റ് എഴുതി ഒപ്പിട്ട് തരാൻ ഞാൻ പറഞ്ഞപ്പോൾ ഇവൾക്ക് മടി. ഓ അത് ശരി. എന്താ കുട്ടി ആ പരാതി എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? സർ, അതെല്ലാം കഴിഞ്ഞിട്ട് മാസങ്ങളായി. കൊച്ചെ, വർഷങ്ങൾ തന്നെ കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് ഏത് കേസും കുത്തിപ്പൊക്കിക്കൊണ്ടുവരാം. പ്രത്യേകിച്ച് സ്ത്രീ പീഡനം, കൊലപാതകം, ബലാത്കാരം തുടങ്ങിയവ. എനിക്ക് പരാതിയില്ല സാർ. പരാതിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നീ പ്രതികൾക്ക് കൂട്ടു നിൽക്കുന്നയാളാണോ? ആ സംഘത്തിൽപ്പെട്ടവളാണോ? അപ്പോൾ രമേശ്, അതെ സാർ, അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അലീനയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് CI ഗോപാലകൃഷ്ണ പണിക്കർ ചോദിക്കുകയാണ്. അപ്പോ നീ നിനക്കെതിരെ നടന്ന ബലാത്സംഗ ശ്രമത്തിനെതിരെ പരാതിപ്പെടാൻ തയ്യാറല്ല അല്ലേ? ഇല്ല സർ, എനിക്ക് പരാതിയില്ല. എടോ രമേഷേ, ഇവളെ വിട്ടയക്കണ്ട, തൽക്കാലം താഴേക്കിരുത്ത്. പകൽ സമയത്ത് പരാതിയില്ലാത്തവൾക്ക് രാത്രിയിൽ പരാതി ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. ശരി സർ. ഇത് പറഞ്ഞിട്ട് രമേശ് നമ്പ്യാർ അലീനയെ കോണിപ്പടിയിറക്കി താഴത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ അയാൾ അലീനയോട് പറയുന്നുണ്ട്, തന്തയും തള്ളയും ബന്ധുജനങ്ങളുമുള്ള സമ്പന്ന കുമാരന്മാരാണ് ലോക്കപ്പിൽ കിടക്കുന്നത്. അവരുടെ ആളുകൾ വന്നിട്ട് ഒന്ന് കാണാൻ പോലും ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. പിന്നെയാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വെറും ഒരു വീട്ടുവേലക്കാരിയായ നീ. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിച്ചാൽ തടി കേടാവാതെ നിനക്കിവിടുന്ന് ഇറങ്ങിപ്പോകാം. SIയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് തിരിച്ചൊരു മറുപടിയും പറയാതെ അലീന ശാന്തമായി സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. മഴത്തോരു മുൻപ് എന്ന സീരിയൽ മനോഹരമായ ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. ഈ സീരിയലിൽ സംഭവിക്കുവാൻ പോകുന്ന മുഹൂർത്തങ്ങൾ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരെയും ബൈ ബൈ.